യെസ് മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു തിയറി ടോപ്പിക്കാണ്. സാമ്പിളിംഗ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഏകദേശം ഒരു 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൽ മുമ്പേ CA ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ആ ടോപ്പിക്ക് ഇവർ റിമൂവ് ചെയ്ത് ഏകദേശം ഒരു ലാസ്റ്റ് ഒരു 3-4 അറ്റംപ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെന്ത് ചെയ്തു, ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിങ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിൾ സർവേ. ശ്രദ്ധിച്ച് കേൾക്കുക. സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ മീനിങ് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. ഓക്കെ, 100 കുട്ടികൾ ഒരു എക്സാം നടത്തി. ആ എക്സാം നടത്തിയതിന് ശേഷം ഈ 100 കുട്ടികളിൽ നിന്നും ഞാനൊരു 10 കുട്ടികളെ മാത്രം വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, 10 കുട്ടികളുടെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ 100 കുട്ടികളുടെയും റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒരു ടൈം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കാം. ഞാൻ ഈ 10 കുട്ടികളുടെ മാത്രം റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓക്കെ, ഈ 10 കുട്ടികളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. എന്നിട്ട് മനസ്സിലാക്കും, ഓക്കെ, ഈ 10 കുട്ടികൾ ഇത്രയും ഇതാണ് റേഞ്ച്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സിലുള്ള 100 പേരുടെയും സിറ്റുവേഷൻ. ക്ലിയർ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 100 എന്ന് പറയുന്നത് ഇവിടെ പോപ്പുലേഷൻ ആണ്. മനസ്സിലായോ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു മൊത്തം യൂണിറ്റ്സിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പോർഷനെയാണ് എന്ത് പറയുക, സാമ്പിൾ എന്ന് പറയുക. ഓക്കെ, ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചോ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിൾ സർവേ. ഓക്കെ, ഫസ്റ്റ് തിങ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിൾ സർവേ. 4 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. 2, പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ, പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി. ഓക്കെ, ഈ 4 ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ എന്താ പറയുന്നത് വെച്ചാൽ, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്നും ഫെയർലി കുറച്ച് നല്ലൊരു നമ്പർ എടുത്തിട്ട് സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഓക്കെ, ഓൺ ആൻ ആവറേജ് ആ സാമ്പിൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യുമെന്ന് പറയാം. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് 100 യൂണിറ്റ്സ് അല്ലെങ്കിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 2-3 കുട്ടികളുടെ മാത്രം റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പോപ്പുലേഷൻ മൊത്തം ഇങ്ങനെയാണ് അല്ലെങ്കിൽ 100 കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം ഓക്കെ, നമ്മൾ സാമ്പിളിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. ഒരു 10-15 കുട്ടികളെ സാമ്പിൾ എടുക്കാം. ഓക്കെ, 10-15 കുട്ടികളുടെ എടുത്തിട്ട് നമ്മൾ ഇതേ ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് പോകാം. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ യു ആർ ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ, അത് കുറച്ചും കൂടി ആ പോപ്പുലേഷനെ ഡിനോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ദ റിസൾട്ട്സ് ഡിറൈവ്ഡ് ഫ്രം എ സാമ്പിൾ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് ആർ likely to be more reliable, accurate and precise as the sample size increases provided other factors are kept constant. ഇതിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്പർ കൂട്ടുവാണെങ്കിൽ, അതായത് സാമ്പിളിൻ്റെ സൈസ് എത്രത്തോളം കൂട്ടുവാണോ അത്രത്തോളം നമ്മളുടെ ഡാറ്റ റിലയബിളും അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് എന്താ പറയുക, ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് എന്ന രീതിയിൽ തന്നെ പറയാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയുടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് പാർട്ടാണ് എന്ത്? യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടോപ്പിക്. ക്ലിയർ? യെസ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ, ഇറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമം ലെവൽ ഓഫ് എഫിഷ്യൻസി അറ്റ് മിനിമം കോസ്റ്റ് ആൻഡ് മാക്സിമം എഫിഷ്യൻസി അറ്റ് ഗിവൺ കോസ്റ്റ്. ഓക്കെ, ഈ ഒരു ടേമിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റിയൽ ലൈഫ് സിനാരിയോയിലോട്ട് പോവാം. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 5-6 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആ കുട്ടികളോട് നമ്മൾ പറയാണ്, നിങ്ങൾക്ക് 50 മാർക്സ് കിട്ടിയാലാണ് നിങ്ങൾ പാസ്സാവുക. ഓക്കെ, ആ 50 മാർക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഔട്ട്പുട്ട് അല്ലേ? യെസ്. ഈ 50 മാർക്സ് കിട്ടാൻ വേണ്ടി ഓക്കെ, ഈ 50 മാർക്സ് കിട്ടാൻ വേണ്ടി
എ എന്ന സ്റ്റുഡൻറ്റ് ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. ബി എന്ന കുട്ടി 9 മണിക്കൂർ, സി എന്ന കുട്ടി 8 മണിക്കൂർ. സോ അങ്ങനെ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് കുറയുന്നതല്ലേ നല്ലത്? മനസ്സിലായോ? സി എന്താ പറയുക, ടൈം കുറയുന്നതല്ലേ നല്ലത്? അതാണ്. ക്ലിയർ ആണോ? യെസ്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒപ്റ്റിമം ലെവൽ ഓഫ് എഫിഷ്യൻസി അറ്റ് മിനിമം കോസ്റ്റ്. അതായത് ചെറിയ കോസ്റ്റിൽ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് എന്താ 50 കിട്ടാന്നുള്ളതല്ലേ. സോ അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ കിട്ടാം, അല്ലെങ്കിൽ അറ്റ് ഗിവൺ ലെവൽ ഓഫ് കോസ്റ്റ് മാക്സിമം എഫിഷ്യൻസി. അതായത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം 3 കുട്ടികളുണ്ട്, 3 കുട്ടികൾക്കും 10 മാർക്ക് 10 മിനിറ്റ് വെച്ചിട്ടാണ് സമയം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ 10 മിനിറ്റ് അല്ല, അല്ലെങ്കിൽ 10 ഹവർ വെച്ചിട്ടാണ് ടൈം കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. സോ 10 ഹവേഴ്സ് വെച്ചിട്ട് ഓരോ ആൾക്ക് കൊടുത്തിട്ട്, സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് 50 മാർക്ക് എടുക്കും, സെക്കൻഡ് സ്റ്റുഡൻറ്റ് 60 മാർക്ക്, തേർഡ് സ്റ്റുഡൻറ്റ് 70 മാർക്ക് എടുക്കുന്നു. സോ ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ടൈം സെയിം ആണെങ്കിൽ ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയിലോട്ടാണ് നോക്കുക. ക്ലിയർ അല്ലേ? സോ ആ പോയിന്റ് ആണ് ഇവിടെ രണ്ടും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി. സോ പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ സാമ്പിളിംഗ് ഡിസൈൻ വാലിഡ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? സോ അത് നമ്മളെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റോ ടെസ്റ്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സാമ്പിളിംഗ് ഡിസൈൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിളിംഗ് ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. സോ യൂഷ്വലി പ്രോബബിലിറ്റി സാമ്പിളിംഗ് മാത്രമാണ് ഈ ഒരു വാലിഡിറ്റി എൻഷുർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, കമ്പാരിസൺ ബിറ്റ്വീൻ സാമ്പിൾ സർവേ ആൻഡ് കംപ്ലീറ്റ് എന്യൂമറേഷൻ. ഓക്കെ, ഈ സാമ്പിൾ സർവേയും അതേപോലെ കംപ്ലീറ്റ് എന്യൂമറേഷൻ, ദാറ്റ് മീൻസ് സെൻസസ് അല്ലേ. സോ സാമ്പിൾ സർവേയും സെൻസസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നോക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് സ്പീഡ് ആൻഡ് കോസ്റ്റ്. എന്തുകൊണ്ടും സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ നടക്കും. ക്ലിയർ? ഓക്കെ. കോസ്റ്റ് നോക്കുകയാണെങ്കിലും യെസ് കുറവായിരിക്കും ഇൻ കേസ് ഓഫ് സാമ്പിൾ സർവേ അല്ലേ. കംപ്ലീറ്റ് എല്ലാ യൂണിറ്റ്സിനെ പറ്റിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് സാമ്പിളിനെ പറ്റിയിട്ട് മാത്രം നോക്കിയാൽ മതി. റിലയബിലിറ്റി, റിലയബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഓരോ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പിളിങ്ങിലാണ് കുറച്ചും കൂടി റിലയബിൾ. അതെങ്ങനെ സാമ്പിൾ റിലയബിൾ വന്നു നോക്ക്. നമുക്കിപ്പോൾ 100 ആൾക്കാരെ പറ്റിയിട്ട് ഒരു സർവേ എടുക്കണമെങ്കിൽ നമ്മൾ കുറേ സ്റ്റാഫിനെ വെക്കും, എല്ലാവരും ട്രെയിൻഡ് ആവണമെന്നില്ല. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഔട്ട് ഓഫ് 100 ആൾക്കാർ നമുക്ക് 10 പേര് മാത്രം മതി, അല്ലെങ്കിൽ ഒരു 5 പേര് അടങ്ങുന്ന ഒരു സാമ്പിൾ മാത്രം മതി. സോ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ അല്ലേ? സോ ആ ഒരു കാരണം കൊണ്ട് സാമ്പിൾ സർവേ കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, അക്യൂറസി. അക്യൂറസി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് പോയിന്റ് ഇസ് എവറി സാമ്പിളിംഗ് ഈസ് സബ്ജക്റ്റഡ് ടു വാട്ട് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ നോൺ ആസ് സാമ്പിളിംഗ് എറർ. ഓക്കെ, സോ അതായത് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 100 കുട്ടികളുണ്ട്, ആ 100 കുട്ടികൾ ആദ്യം ഒരു 10 കുട്ടികൾ എടുത്തു. ഓക്കെ, സോ ആ സാമ്പിളിൻ്റെ ഒരു ആവറേജ് മാർക്ക് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു 10 സ്റ്റുഡൻസ് അവിടെ നിന്ന് എടുക്കാം. സോ ആ സാമ്പിളിൻ്റെ ആവറേജ് മാർക്ക് എടുക്കുക. അപ്പോൾ 10 പേരുടെ സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ വേറെ സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഓരോന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സോ അതിനെയാണ് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ സെൻസസ് നടത്തുവാണെങ്കിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാവരെയും പറ്റിയിട്ട് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഈ സാമ്പിളിംഗ് എറർ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ സാമ്പിൾ നമ്മളിങ്ങനെ ഈ ഫസ്റ്റത്തെ സാമ്പിൾ വേണോ, അല്ല സെക്കൻഡ് സാമ്പിൾ വേണോ, തേർഡ് സാമ്പിൾ ആണോ എന്ന് പറയുന്നത് ഈ സാമ്പിൾ എടുക്കുന്നതിൽ എന്ത് വരാം? യെസ്, ഒരു സാമ്പിളിംഗ് എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്തായാലും അത് സെൻസസിലെ കേസിലാണെങ്കിലും നമ്മൾ സാമ്പിളിൻ്റെ കേസ് ആണെങ്കിലും വരും. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റ് വരാം അല്ലെ. സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ, ഫുൾ എല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഒബ്സർവേഷൻ ചെക്ക് ചെയ്യുമ്പോൾ തെറ്റ് വരാം. ഓക്കെ, അതേപോലെ എന്യൂമറേറ്റേഴ്സിൻ്റെ പാർട്ടിൽ ഭയങ്കര ബയാസ്ഡ് ആയിട്ട് അവർ ചിന്തിക്കുകയാണ് അല്ലേ. സോ അല്ലെങ്കിൽ നമ്മൾ ഡാറ്റയുടെ ഇൻ്റർപ്രിറ്റേഷൻ റോങ് ആയിട്ട് ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരാം. സോ ഈ പറയുന്ന എറേഴ്സ് സാമ്പിളിലും വരും, അതേപോലെ സെൻസസിൽ വരും. ഓക്കെ, പക്ഷേ സെൻസസിൽ ഇത് കറക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, കാരണം ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഓഫ് സാമ്പിൾ ഇത് പോസിബിൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം, കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി സാമ്പിൾ ഡിസൈൻ ഒക്കെ എടുക്കുക, എല്ലാ ഐറ്റംസും വരാൻ സാധ്യതയുള്ള പോലെ. സോ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി പോസിബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് നെസസിറ്റി. നെസസിറ്റി എന്ന് പറയുമ്പോൾ സംടൈംസ് സാമ്പിളിംഗ് ബിക്കംസ് നെസസിറ്റി. അതായത് നമുക്ക് ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് സാമ്പിളിങ്ങിൻ്റെ ഒക്കെ കേസ്, അതായത് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു ബൾബിൻ്റെ ടൈമൊക്കെ ലൈഫ് ഓഫ് ഒരു ഇലക്ട്രിക് ബൾബ് നോക്കുകയാണെന്ന് വിചാരിച്ചോ. അത് ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ കത്തി നിൽക്കുമെന്ന് പറയാണ് അല്ലേ. സോ നമുക്ക് എല്ലാ സാധനങ്ങളും 10 മണിക്കൂർ കത്തി നോക്കുന്നുണ്ടോ
എന്ന് നോക്കാൻ പറ്റൂലല്ലോ. സോ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം കുറച്ച് സാമ്പിൾസ് മാത്രം എടുത്തിട്ട് യെസ്, സോ ഓൺ ആൻ ആവറേജ് ഓക്കെ ആ സാമ്പിൾസ് ഒക്കെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു 10 മണിക്കൂർ നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ആ സമയത്ത് എന്തായാലും സാമ്പിൾ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സാമ്പിളിംഗ് ഈസ് നെസസറി. സോ കംപ്ലീറ്റ് എന്യൂമറേഷൻ എല്ലാ സമയത്തും നിർബന്ധം വേണമെന്നില്ല. ചിലപ്പോൾ സാമ്പിളിംഗ് നെസസറി ആവുന്ന സിറ്റുവേഷൻ വരാം. ഓക്കെ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ഇസ് എറേഴ്സ് ഇൻ സാമ്പിൾ സർവേ. സോ സാമ്പിൾ സർവേയിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സോ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് സാമ്പിളിംഗിൻ്റെ കേസ് ആയിക്കോട്ടെ, നിങ്ങൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ്റെ കേസ് ആയിക്കോട്ടെ, ഈ കേസിലൊക്കെ എന്ത് വരാം? നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് സാമ്പിളിംഗ് നോക്കാം. ഓക്കെ, സോ സാമ്പിളിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഓക്കെ, പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ശ്രദ്ധിച്ചോ കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് ഈസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ്. സോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ 100 കണക്കിന് സ്റ്റുഡൻസിനെ പറ്റിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, 100 സ്റ്റുഡൻസിനെ. അപ്പോൾ ആ 100 ടോട്ടലി വരുന്ന എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മളെന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ദ ഓൾ യൂണിറ്റ്സ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് അണ്ടർ ദ കൺസിഡറേഷൻ, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. പിന്നെ പോപ്പുലേഷൻ്റെ എത്ര ആൾക്കാരുടെ, ഇപ്പോൾ 100 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? സോ 100 പേരുണ്ടെങ്കിൽ സോ ആ 100നാണ് ക്യാപിറ്റൽ ലെറ്റർ N ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പോപ്പുലേഷൻ്റെ സൈസ്. ക്ലിയർ? ഇനി പോപ്പുലേഷൻ 2 ടൈപ്പിൽ വരാറുണ്ട്. സോ ഒന്ന് എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ ആൻഡ് അതേപോലെ ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ. എക്സിസ്റ്റന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഒബ്ജക്ട്സ് ആണ് നമ്മുടെ യൂണിറ്റ്സ് എങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സ്റ്റുഡൻസ്. ഓക്കെ, അതേപോലെ നിങ്ങളിപ്പോൾ ഇലക്ട്രിക്കൽ ബൾബിൻ്റെ കേസ് പറഞ്ഞു. സോ ഇതൊക്കെ ഒരു റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. സോ ഈ കേസ് ആണെങ്കിൽ എക്സിസ്റ്റന്റ് പോപ്പുലേഷൻ എന്ന് പറയും. അതേപോലെ നേരെ മറിച്ച് നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കെ ഇല്ലേ? സോ അതൊക്കെയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കേസസ്. ക്ലിയർ? നെക്സ്റ്റ് സാമ്പിൾ. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ പോപ്പുലേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? നമ്മളൊരു പോപ്പുലേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദ പോപ്പുലേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻസ് നമുക്ക് സാമ്പിൾ ഒബ്സർവേഷൻസിന്റെ ബേസിസിലാണ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ സാമ്പിൾ സൈസ് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ N. ക്ലിയർ? പിന്നെ നമ്മൾ എടുക്കുന്ന യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഓരോ യൂണിറ്റ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പിളിംഗ് യൂണിറ്റ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ബൾബിൻ്റെ കേസിൽ ഇലക്ട്രിക് ബൾബ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റുഡൻസ് അല്ലേ? സോ നമ്പർ ഓഫ് ഹെഡ്സ്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്? സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, സോ യൂണിറ്റ്സ് ഫോമിംഗ് ദ സാമ്പിൾ ആണ് നോൺ ആസ് സാമ്പിളിംഗ് യൂണിറ്റ്സ്. ക്ലിയർ? പിന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ MCQ പെർസ്പെക്റ്റീവിൽ, എ ഡീറ്റെയിൽഡ് ആൻഡ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ സാമ്പിളിംഗ് യൂണിറ്റ്സ്. സോ നമ്മൾ എടുക്കുന്ന എല്ലാ സാമ്പിളിംഗ് യൂണിറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയാം. ക്ലിയർ? നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് പാരാമീറ്റർ എന്താണ്? പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടർ, അതായത് പോപ്പുലേഷൻ ഈ 100 കുട്ടികളുടെയും 100 കുട്ടികളുടെയും എന്തെങ്കിലും ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുക, സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ടേം ടു അണ്ടർസ്റ്റാൻഡ് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. സോ യൂഷ്വലി എക്സാമിന് ചോദിക്കാറുള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഇസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയാം. ഓക്കെ, സോ നോക്ക്, ഇഫ് യു കമ്പ്യൂട്ട് എ വാല്യൂ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്, ഫോർ എക്സാമ്പിൾ മീൻ, it is quite natural that value of the sample mean may vary sample to sample, as the sampling units of one sample may different from that of another sample. This variation is known as sampling fluctuation. So ഞാൻ പറഞ്ഞു, സോ നമ്മളിപ്പോൾ 100 പേരടങ്ങുന്ന ഒരു ക്ലാസ്സിൽ, ഓക്കെ, സോ ഞാൻ വേറെ സാമ്പിളായിട്ട് തിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഫസ്റ്റത്തെ ഒരു ബെഞ്ച് എടുത്തു, സെക്കൻഡ് ബെഞ്ച് എടുത്തു. സോ ഇങ്ങനെ ബെഞ്ച് മാറ്റി വരുവാണെങ്കിൽ ഓരോ ബെഞ്ചിലെ സ്റ്റുഡൻസിൻ്റെയും മാർക്സിൻ്റെ ആവറേജ് വിൽ ബി ഡിഫറെൻറ്റ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ബെഞ്ചിലുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ് ആയിരിക്കണം എന്നില്ല സെക്കൻഡ് ബെഞ്ചിൻ്റെ സ്റ്റുഡൻസിൻ്റെ ആവറേജ്. ക്ലിയർ അല്ലേ? സോ ദർ വിൽ ബി വേരിയേഷൻ. സോ ദാറ്റ് വേരിയേഷൻസ്, അങ്ങനെയുള്ള ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. ക്ലിയർ? യെസ്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ ദ വാല്യൂസ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഫ്രം ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് എ ഫിക്സഡ് സാമ്പിൾ സൈസ് along with the corresponding probabilities, then
we can arrange the values of a statistic in which is to be treated as a random variable in the form of probability distribution. So നമ്മൾ എക്സ് എന്താ പറയുക റാൻഡം വേരിയബിളിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് എക്സ് എഫ് എന്ന രീതിയിൽ എഴുതുന്ന പോലെ എക്സ് പി എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ആ കേസിൽ നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചോ, നിങ്ങൾക്കിപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും മീൻ എത്രയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഈ സാമ്പിൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സും കിട്ടി പിയും കിട്ടി. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഇസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് എറർ. സോ ഞാൻ ഓൾറെഡി പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ്. സോ സാമ്പിൾ സൈസിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് റൂട്ട് ഓഫ് സ്മോൾ ലെറ്റർ എൻ, അതുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. സോ അതും കൂടി നോക്കാം കേട്ടോ. So standard error is inversely proportional to square root of sample size. Next, a population consists of 3 members, 1, 5, 3. Draw all possible samples of size 2. Okay. So അതായത് 3 members ഉണ്ട്, 1, 5, 3. സോ നമ്മളോട് ചോദിക്കുകയാണ് draw all the possible samples of size 2. ഓക്കെ, സോ 2 പേരടങ്ങുന്ന എത്ര സാമ്പിൾസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എത്ര, വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ. സോ നിങ്ങൾ ചെയ്യേണ്ടത് വിത്ത് റീപ്ലേസ്മെന്റ് n⁻⁴ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് NC⁻⁴ ആണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ 3 മെമ്പേഴ്സ് ഉണ്ട്. സോ അതേപോലെ സൈസ് 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസിൽ എന്ത് വരും? 3C2 വരും. വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ക്വസ്റ്റൻ എങ്കിൽ എങ്ങനെ വരിക? വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ 1, 5, 3 ഉണ്ട്. സോ നിങ്ങൾ ഇവിടുന്ന് എടുക്കുന്ന 2 പേര് എടുക്കാനാണ് പറഞ്ഞത്. സോ ഞാൻ ആദ്യം 1 എടുത്തു, പിന്നെ 1 എടുത്തു, 1 എടുത്തു, 5 എടുത്തു, 1 എടുത്തു, 3 എടുത്തു. പോസിബിൾ ആണ് 3 എണ്ണം അല്ലേ? അതേപോലെ 5 എടുത്തു, 1 എടുക്കൂ, റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോറി, 5 എടുത്തു, 1 എടുക്കാം. അതേപോലെ 5 എടുത്തിട്ട് 5 തന്നെ എടുക്കാം, 5 എടുത്തിട്ട് 3 എടുക്കാം. ക്ലിയർ? യെസ്. സോ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് 3 എടുത്തു, റീപ്ലേസ് ചെയ്യുന്നു, അടുത്ത 1 വരാം. ഓക്കെ, 3 എടുത്തു, റീപ്ലേസ് ചെയ്യുന്നു, 5 വരാം. 3 എടുത്ത് റീപ്ലേസ് ചെയ്യുന്നു, 3 വരാം. സോ അങ്ങനെ 9 കേസ് വരുന്നത്. സോ 3⁻²² എന്നുള്ള രീതിയിൽ വരും. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുള്ളത് 1, 3 വരാം. ഓക്കെ, 1, 5 വരാം, 3, 5 വരാം. സോ ഇങ്ങനെയുള്ള 3 കേസസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റാണോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നമുക്ക് 3 ടൈപ്പ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് മിക്സഡ് സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ഓരോ ഐറ്റത്തിനും ദർ ഇസ് എ പ്രീ അസൈൻഡ് പ്രോബബിലിറ്റി ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ. സോ ആ പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പറിനും ഒരു പ്രീ അസൈൻഡ് പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സോ അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, നോക്കാം. When each member of the population has equal chance of being belonging to the sample, then the sampling scheme is known as simple random scheme sampling. So that's all. എന്താ പറയുക, നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ 100 ഐറ്റംസ് ഉണ്ട്, 100ൽ ഏത് സ്റ്റുഡൻറ്റ്, അവിടെ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 100 സ്റ്റുഡൻറ്റിൽ ഓരോ ആൾക്കും നമ്മൾ സാമ്പിൾ ആവാനുള്ള സാധ്യത ഈക്വൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതിന് എന്ത് പറയാം? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഫിക്സ്ഡ് പ്രോബബിലിറ്റി അറ്റാച്ച് ടു എനിത്തിങ്. സോ ദിസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിഷൻ ഓഫ് ദ സാമ്പിളർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പർപ്പസീവ് സാമ്പിളിംഗ് ഓർ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, മിക്സഡ് സാമ്പിളിംഗ് മീൻസ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും വരുന്ന കേസസ് ആണുള്ളത്. സോ അത് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ? യെസ്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 പേരുണ്ട്, അതിൽ നമ്മൾ റാൻഡം ആയിട്ട് 3 പേർ എന്താ പറയുക, നമ്മുടെ സാമ്പിളിന് ആവശ്യമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക. സോ ദിസ് ഇസ് വെരി സിമ്പിൾ മെത്തേഡ് ആൻഡ് വെരി ഇഫക്റ്റീവ് മെത്തേഡ്. സോ ഇത് എപ്പോഴൊക്കെ ചൂസ് ചെയ്യുക എന്നുള്ളത് യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന്, ദ പോപ്പുലേഷൻ ഈസ് നോട്ട് വെരി ലാർജ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ ഒരുപാട് വലുതാവാൻ പാടില്ല, ഒരു മീഡിയം റേഞ്ച് ആവണം.
ഓക്കെ അല്ലേ, പോപ്പുലേഷൻ ഒരുപാടാവാൻ പാടില്ല, ആൻഡ് സാമ്പിൾ സൈസ് ഇസ് നോട്ട് വെരി സ്മോൾ. സോ നമ്മൾ എടുക്കുന്ന സാമ്പിളും ഭയങ്കര കുറവാൻ പാടില്ല, കുറച്ചധികം തന്നെ കൂടുതൽ വേണം. ഓക്കെ, സോ ഒരു 10-50 ആൾക്കാരുണ്ടെങ്കിൽ സോ വി ആർ ടേക്കിംഗ് ഒരു 10-15 or 20 ഇൻ എ സാമ്പിൾ. ഓക്കെ അല്ലേ, സോ അത്രയും ആൾക്കാർ ഒരു സാമ്പിളിൽ വേണം. ദ പോപ്പുലേഷൻ അണ്ടർ ദ കൺസിഡറേഷൻ ഇസ് നോട്ട് ഹെട്രോജിനിയസ്. ഹെട്രോജിനിയസ് ആവാൻ പാടില്ല. സോ ഓരോ ഐറ്റവും വേറെ ആവാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സിമിലാരിറ്റി വേണം, ഹോമോജിനിയസ് ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇത് കാര്യമുള്ളൂ. ക്ലിയർ അല്ലേ? Okay, so next is stratified sampling. See, stratified sampling എപ്പോഴാണ് ചെയ്യുന്നത് നോക്കാം. Okay, see, if the population is large and heterogeneous, so very important point, large and heterogeneous. നേരത്തേത് അത്രയും ലാർജ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ ഇവിടെ ലാർജ് പോപ്പുലേഷൻ ഉണ്ട് ആൻഡ് ഓരോന്നിനും ഭയങ്കര വേരിയേഷൻ ഇൻ ദ ക്യാരക്ടറാണ്. ഓക്കെ, സോ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, അതായത് ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് തിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെൻസസ് എടുക്കുമ്പോൾ, ഓക്കെ, ഓരോ ഇപ്പോൾ ഇന്ത്യയിലെ സെൻസസ് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റേറ്റിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രാറ്റ, ഒരു എന്താ പറയുക, സബ് പോപ്പുലേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? സോ അങ്ങനെ ഒരു സെഗ്മെന്റ് ആക്കി മാറ്റി. ഓക്കെ, അടുത്തത് വേറൊരു സെഗ്മെന്റ്, പിന്നത്തെ വേറൊരു സെഗ്മെന്റ്. സോ അങ്ങനെ എടുക്കുക. ക്ലിയർ അല്ലേ? സോ അങ്ങനെ സെഗ്മെന്റ് ആയിട്ട് എടുക്കുവാണെങ്കിലാണ് നമുക്ക് എന്താ പറയുക, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയും. ക്ലിയർ? സോ ദ പർപ്പസ് ഓഫ് ദ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ സബ് പോപ്പുലേഷൻ. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റ് സെഗ്മെന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഒന്നിച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സ്ട്രാറ്റിൽ നിന്നും കുറച്ച് പേരെ സെലക്ട് ചെയ്താൽ മതിയല്ലോ. സോ ദാറ്റ് സാമ്പിൾ പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ഡെപിക്ട് അല്ലെങ്കിൽ റെപ്രസെന്റ് ഹോൾ പോപ്പുലേഷൻ. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ദ പർപ്പസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ടു മേക്ക് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ സബ് പോപ്പുലേഷൻ. സോ ഓരോ സബ് പോപ്പുലേഷൻ്റെയും റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. To provide an estimate of parameter not only for all the strata but also an overall estimate, reduction of variability and thereby increase in precision. So mainly variability കുറക്കാന്നുള്ളതും സോ പ്രിസൈസ് ആക്കുള്ള ഡാറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു MCQ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ there are two types. ഒന്ന് proportional allocation and Newman's allocation. Okay, so proportional allocation എന്ന് പറഞ്ഞാൽ it is proportional to population sizes. Newman allocation ആണെങ്കിൽ proportional to sample sizes, proportional to population size and population standard deviation. So അങ്ങനെയുള്ള കേസിൽ ഇത് എടുക്കും. That's all. So ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. So that's all. Clear അല്ലേ? Next is multi-stage sampling. See, multi-stage sampling എന്ന് പറയുമ്പോൾ in this type, okay, ഓക്കെ, സോ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നേരത്തെ നമ്മൾ സ്ട്രാറ്റയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. സ്ട്രാറ്റ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുപാട് സ്റ്റേറ്റ് ആക്കി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു നമ്മൾ ഓൾ കൺട്രീനെ ഒരുപാട് സ്റ്റേറ്റ് ആക്കി മാറ്റി. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിന് ഒരാൾ അങ്ങനെ എടുക്കുക. സോ അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാമ്പിൾ ആദ്യം എടുക്കും. ഓക്കെ, സോ അതായത് 100 പേരിൽ ആദ്യം ഒരു 10-25 എടുക്കും. ഓക്കെ, ആ 25 ഒരു 20 എടുക്കും. അടുത്ത 20 നെക്സ്റ്റ് 10 എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 പേരുണ്ട്, 100നെ 10 എന്ന് പറഞ്ഞിട്ട് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഓരോ 10ന്നും കുറച്ച് 1-2 ആൾക്കാരെ വെച്ചെടുക്കുക. ക്ലിയർ അല്ലേ? മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100നെ ആദ്യം 50 ചുരുക്കും, 50നെ 20 20നെ 10 അങ്ങനെ ചുരുക്കി പോകാം. ക്ലിയർ? യെസ്. സോ ആ കേസാണ് ഇവിടെ വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റേറ്റ് എടുക്കും, പിന്നെ ഡിസ്ട്രിക്റ്റ് എടുക്കും, പിന്നെ പോലീസ് സ്റ്റേഷൻ, പിന്നെ ഓരോ ഹൗസ് ഹോൾഡ്, അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെ ആയിട്ട് പോകും. സോ ആ ഒരു സ്റ്റേജ് വൈസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലാണിത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുക. ക്ലിയർ? സോ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് നോക്കാം കേട്ടോ. ഓക്കെ, സോ മൾട്ടി സ്റ്റേജിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നത് വെച്ചാൽ സ്റ്റേജസിലൂടെ പോകുന്നത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ മൾട്ടി സ്റ്റേജ്. സ്ട്രാറ്റ ഓർ സെഗ്മെന്റ് ആണെങ്കിൽ സ്ട്രാറ്റിഫൈഡ്. ഓക്കെ,
പിന്നെ മൾട്ടി സ്റ്റേജിൽ വേറൊരു പോയിന്റും കൂടിയുണ്ട്, ഇറ്റ് ആഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ സാമ്പിളിംഗ് പ്രോസസ്. സോ സാമ്പിളിംഗ് പ്രോസസ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇസ് വെരി സിമ്പിൾ സാധനമാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ 100 പേരുണ്ട്. സോ 100ൽ ഞാനിപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക ഒരു 10 പേരടങ്ങുന്ന ടീമാണ് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? സോ 10 പേര് സാമ്പിളാണ് വേണ്ടതെന്ന് വിചാരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ 10ൽ ഒരു ആളെ സെലക്ട് ചെയ്തു. ഓക്കെ, സോ മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്തു. പിന്നെ എവറി 10th പേഴ്സൺ എടുക്കുക. ക്ലിയർ? സോ 3 എടുത്തു. പിന്നെ എങ്ങനെ 13, 23, 33 അങ്ങനെ എടുത്തു പോവാം. സോ ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തേത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ആളെ ഞാൻ സെലക്ട് ചെയ്തത് ഞാനൊരു റാൻഡം ബേസിസിലാണ് 3. ഓക്കെ, അത് വേണമെങ്കിൽ എനിക്ക് 4 ആവാം, 5 ആവാം, 6 ആവാം. ഓക്കെ, സോ ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്ന 1 ആണെങ്കിൽ അടുത്തത് എന്താവും 11, 21, 31, 41 അങ്ങനെ പോകും. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് പാർട്ട്ലി പ്രോബബിലിറ്റി, പാർട്ട്ലി നോൺ പ്രോബബിലിറ്റി ആയിട്ടുള്ളതാണ് കേസസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ആർ 100 യൂണിറ്റ്സിൻ്റെ പോപ്പുലേഷൻ, 100 യൂണിറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് 20 നമ്പറുള്ള സാമ്പിൾസ് വേണം, 20 എണ്ണമാണ് സാമ്പിൾസ് വേണ്ടത്. ക്ലിയർ അല്ലേ? സോ ആ കേസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ലീനിയർ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആയി യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ മൾട്ടിപ്പിൾ അല്ല എന്ന് വിചാരിച്ചോ, ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ട സാമ്പിളിൽ 20 എണ്ണം മതി, പക്ഷേ അതിൻ്റെ മൾട്ടിപ്പിൾ അല്ല നമ്മുടെ പോപ്പുലേഷൻ്റെ നമ്പേഴ്സ് ഉള്ളതെങ്കിൽ ആ കേസിൽ നിങ്ങൾക്ക് സർക്കുലർ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് യൂസ് ചെയ്യാം. സോ ജസ്റ്റ് ആ ടേം മാത്രം ഓർക്കാം. ഓക്കെ അല്ലേ? മൾട്ടിപ്പിൾ ആണോ മൾട്ടിപ്പിൾ അല്ലേ എന്നുള്ളത്. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, purposive or judgment sampling. Purposive sampling എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സാമ്പിൾ. നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ആൾ ആരാണോ സോ അയാളുടെ ജഡ്ജ്മെന്റ് ബേസ് ആയിരിക്കും. ഇവിടെ ഒരു പ്രോബബിലിറ്റി ഒന്നും വരുന്നില്ല. സോ നോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ക്യാൻ ബി ടെസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസീവ് സാമ്പിളിംഗ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പർപ്പസീവ് സാമ്പിളിങ്ങോ ജഡ്ജ്മെന്റ് സാമ്പിളിങ്ങിലോ പറ്റില്ല. ഇതൊക്കെ പ്രോബബിലിറ്റി വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് തിയറി പാർട്ട് മാത്രം നോക്കുക, ഒരുപാട് ഡീറ്റെയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ ദ ടോപ്പിക്. ക്ലിയർ അല്ലേ? യെസ്, ഇനി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, ഡൺ.